നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്നും രണ്ടും അല്ല, ആയിരക്കണക്കിന് രൂപയാ ദേവി എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയത്. അത് ഓർമ്മ വേണം. അതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയില്ലേ ഭദ്ര? ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, ഞാൻ വാങ്ങിയ പണം അണ പൈസ കുറയാതെ മടക്കിത്തരാം. പണം അത് ആർക്ക് വേണം? എനിക്ക് വേണ്ടത് ദേവികയാ. അവളെ എനിക്ക് കിട്ടിയേ തീരൂ. അത് നടക്കില്ല ഭദ്ര. അത് നടക്കും. ഭദ്രൻ വെറുതെ അല്ല ഇവിടെ വന്നത്. ദേവികയെ എന്റെ പെണ്ണ. അവളെ കെട്ടിക്കൊണ്ടു പോകാൻ വേറെ ഒരുത്തനെയും ഞാൻ അനുവദിക്കില്ല. ഭദ്ര, നീ ഇവിടെ കയറി അതിക്രമം കാണിച്ച ഇല്ലാതാവുന്നത് എന്റെ മോളുടെ ഭാവിയാ. നിങ്ങളുടെ മോളുടെ ഭാവിക്ക് ഒരു കുഴപ്പവും വരില്ല. പൊന്നാരൻ തോട്ടത്തിലെ ഈ ബന്ധം പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെന്ന് വിചാരിക്കണം. ദേവിയെ കെട്ടിക്കഴിഞ്ഞ പിന്നെ ഞാൻ ആരാ? നിങ്ങളുടെ കുടുംബത്തിലെ സംബന്ധക്കാരനല്ലേ? അപ്പൊ നിങ്ങളുടെ മോളെ കെട്ടിച്ചുവിടേണ്ട ഉത്തരവാദിത്വം എന്റെയും കൂടെ അല്ലേ? നിങ്ങളുടെ മകൾക്ക് ഇതിനേക്കാൾ 10 ഇരട്ടി കുടുംബമഹിമയും ധനസ്ഥിതിയും കുടുംബമഹിമയും ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് ബന്ധം ഞാൻ കൊണ്ടുവരും. ഈ ഭദ്രൻ കൊണ്ടുവന്നിരിക്കും. നീ ഒന്ന് പോ ഭദ്ര, പോ ഭദ്ര. എന്റെ ദേവിക എവിടെ? അയ്യോ ഭദ്ര, പ്ലീസ് 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 ഭദ്ര. വേറെ എന്തു വേണമെങ്കിലും ഞാൻ ചിലപ്പോ ഉപേക്ഷിച്ചെന്ന് വരും. പക്ഷെ ദേവിക, അവളൊരു വല്ലാത്ത മോഹമാണ് എനിക്ക്. അവളെ എനിക്ക് വേണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഭദ്ര വേണ്ട, പ്ലീസ് ഭദ്ര വേണ്ട, ഭദ്ര വേണ്ട ഭദ്ര. ഭദ്ര ഭദ്ര, നീ എന്റെ മോളുടെ ജീവിതം വെച്ച് കളിക്കുന്നേ. ഭദ്ര, നിങ്ങളോട് ഞാൻ പറഞ്ഞു, നീ എന്റെ മോളുടെ ജീവിതം. ഭദ്ര, നീ എന്തിനാണ് എന്നെ പിടിക്കുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.